ശ്രീ എസ് കെ സജീഷ്, ഒന്ന് രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുബന്ധ സംവിധാനങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിലെ ഈ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ മലയോര മേഖലകളിലെ വികസനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെന്നതാണ്. നമുക്കറിയാം, ഈ സർക്കാർ തന്നെ കൊണ്ടുവന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഈ വയനാട്ടിലെ തുരങ്കപാത സംബന്ധിച്ച് ധാരാളം ആശങ്കകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാണ് ഈ പരിസ്ഥിതി ലോല മേഖലകൾ, അതിൽ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ. ഇതിലൂടെ കടന്നു പോകുന്ന പാറ തുരന്നുണ്ടാക്കുന്ന ഒരു പാത അത് എത്രത്തോളം പരിസ്ഥിതിക്ക് ചേർന്ന് നിൽക്കും എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങൾ, ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ളവർ, അവരെ പുനരധിവസിപ്പിക്കാത്തതിലുള്ള പ്രശ്നങ്ങൾ വേറെ നിൽക്കുകയാണ്. ഇവിടെ കൊല്ലത്ത് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത് പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിലാണ്. എന്തുകൊണ്ടാണ് തുരങ്കപാതയ്ക്ക് അനുമതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇത്ര വലിയൊരു ദുരന്തം നടന്നതിൻ്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്ന ഈ സമയത്ത് പാഠം പഠിക്കുന്നില്ല ഈ അനുഭവങ്ങൾ കൊണ്ടൊന്നും എന്ന വിമർശനം സർക്കാർ നേരിടുകയാണ്. താങ്കൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് വയ്ക്കുകയും അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയെ തടയാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനോട് ചേർത്ത് വെക്കുന്ന രീതിയിലാണോ ഇവിടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന്, കേരളത്തിൽ 2020 ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് നമുക്കറിയാം, കേരളത്തിൽ ഇതിൻ്റെ എല്ലാ കൃത്യമായ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ ഫണ്ട് വിഹിതം ഉൾപ്പെടെ നീക്കിവെച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച, രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസി ആയിട്ടുള്ള, തുരങ്കപാത നിർമ്മിക്കുന്നതിലുള്ള വൈദഗ്ധ്യമുള്ള ഏജൻസി ആയിട്ടുള്ള കൊങ്കൺ റെയിൽവേ ഇത് ഏൽപ്പിച്ചു. വെസ്റ്റേൺ ഗട്ട്സിൽ തന്നെ 72 കിലോമീറ്റർ തുരങ്കപാത നിർമ്മിച്ചുള്ള പരിചയം അവർക്കുണ്ട്. ഇപ്പോൾ ജമ്മുവിൽ ഏറ്റവും ഒടുവിൽ USBR ഉൾപ്പെടെയുള്ള 48 കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടെയുള്ള തുരങ്കങ്ങൾ ഇവരാണ് നിർമ്മിച്ചത്. ഇപ്പോൾ പൊതുവേ തുരങ്കം എന്ന് പറയുന്നത് തന്നെ പുതിയ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ പുതിയ ഒരു ഭാവിയിലേക്കുള്ള പാതയൊരുക്കുമ്പോൾ മലയുടെ മുകളിലേക്ക് കയറി പോകുന്നതിനേക്കാൾ എളുപ്പം ഇതാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്ന രീതിയാണ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിനനുസരിച്ചാണ് ആധുനിക ടെക്നോളജി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്ലിയറൻസുകളാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഉപാധികളും മറ്റ് നിബന്ധനകളും എല്ലാം വെച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് കോട്ടമില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഡ്രീം പ്രോജക്റ്റായി നിൽക്കുന്ന ഈ തുരങ്കപാത പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ല, താങ്കൾ ആദ്യം പറഞ്ഞ ഭാഗം എനിക്ക് മനസ്സിലായില്ല. ഏതുമായി ചേർത്ത് വെച്ച് എങ്ങനെ കാണുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണോ സർക്കാർ കാണുന്നത്? ആദ്യത്തെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഏതുമായി ചേർത്ത് വെച്ച് എങ്ങനെ ഈ പദ്ധതിയെ കാണുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ വൈകാരികമായിട്ട് ഈ പദ്ധതിയെ മുടക്കാൻ പറയുന്ന ചില മുടക്ക് ന്യായങ്ങളുടെ കൂടെയുള്ള വർത്തമാനമാണ് ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞത്. എന്നോടുള്ള ചോദ്യത്തിലും സൂചിപ്പിച്ച അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ചുരം കയറിയുള്ള യാത്രയാണ്. വലിയ തോതിലുള്ള ബ്ലോക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തോതിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഗതാഗത കുരുക്കിൻ്റെ ഭാഗമായി ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നു. ആ പാതയുടെ വീതി വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ അത് സാധ്യമല്ല. കാരണം 4 വരി പാതയിൽ നിന്നെത്തി പിന്നീട് 2 വരി പാതയിലേക്ക് മാറുകയാണ്. അത് ഇരുവശവും ഫോറസ്റ്റാണ്. ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇവിടെ ഈ പാത വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഉള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാനും വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്കറിയാം, തുരങ്കപാത വരുന്നതോടുകൂടി ഒരു പുതിയ വികസനം കേരളത്തിന് ഉണ്ടാവുകയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയും.
അതുപോലെ തന്നെ കർണാടകവും തമിഴ്നാടും എല്ലാമായിട്ടുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ മറ്റ് പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് ഈ പാത കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പാറയുടെ കനം എന്ന് പറയുന്നത് ആവറേജ് 350 മീറ്ററാണ്. 900 മീറ്റർ വരെ വരുന്ന പാറയാണ് തുറന്നു പോകുന്നത്. ആവറേജ് എന്ന് പറയുന്നത് 350 മീറ്ററാണ്. ഇവിടെ നടത്തിയിട്ടുള്ള സ്റ്റഡികൾ, പഠനങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഈ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വൈബ്രേഷൻ അത് 100 മീറ്റർ പരിധിയിലേക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കില്ല എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ CMMFR ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൃത്യമായി പഠനം നടത്തി പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആശങ്കകൾ ഉണ്ടാക്കി ഈ പദ്ധതിയെ ജനങ്ങളാകെ, ആ പ്രദേശത്തുള്ള ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു വർഷക്കാലം നടത്തിയ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മികച്ച പ്രോജക്റ്റ് നടത്തി നേരത്തെ തന്നെ അനുഭവമുള്ള കൊങ്കൺ റെയിൽവേ അത് ഏൽപ്പിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അതിന് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരം ഏറ്റവും ആധുനികമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പരിക്കുകളില്ലാതെ, ക്ഷതമില്ലാതെ കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ഉൾപ്പെടെ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളാകെ, ആ പ്രദേശത്തുള്ള ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ആളുകളെ ഇതിൻ്റെ ഭാഗമായി നടത്തിയ വയനാടും അതുപോലെ തന്നെ കോഴിക്കോടും ജില്ലാ കളക്ടറേറ്റിൽ നടത്തിയ ഹിയറിങ്ങിലുൾപ്പെടെ ആ കാര്യം പ്രതിഫലിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, അവിടെ ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായും പൂർത്തീകരിച്ചു. മുഴുവൻ ആളുകൾക്കും അതിൻ്റെ പണം നൽകി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നീക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സങ്കുചിതമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു പദ്ധതിയെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. SK സജീഷ്, ഈ സങ്കുചിതമായ അഭിപ്രായ പ്രകടനങ്ങൾ വൈകാരികമായി അവതരിപ്പിക്കുന്നു എന്നൊക്കെ താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ ആശങ്ക, ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയങ്ങൾ, അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതവും താങ്കളും താങ്കളുടെ പാർട്ടിക്കും അത് ഈ ഭരിക്കുന്ന സർക്കാരിനുമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരും. ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ അതേതോ ഗൂഢസംഘത്തിന്റെ ഭാഗമായി നിന്ന് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് എന്നൊരു നറേറ്റീവ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ ഉണ്ടാക്കുന്നതിൻ്റെ ഔചിത്യം എനിക്ക് മനസ്സിലാകുന്നേയില്ല. കാരണം ഇത് വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് കടൽ മണൽ ഖനനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നമായും കടലിൻ്റെ ആവാസ വ്യവസ്ഥ, മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത്? കേന്ദ്ര സർക്കാരിന് മറ്റൊരു ന്യായവും അവിടെയും ശാസ്ത്രീയമായ പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അവരും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്തിനാണ് ഇവിടെ നിങ്ങൾ അതിൻ്റെ പേരിൽ കൊടി പിടിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിനെയും മറ്റൊന്നിനോട് ചേർത്ത് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആഴക്കടൽ ഖനനവും ഇതും ഒരേപോലെയാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ പരസ്പരം കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നത്? ഇത് രണ്ടും ഒരേപോലെയാകുന്നത് ആ പ്രദേശവാസികളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സജീഷ്. ഇത് രണ്ടും ഒരുപോലെയാകുന്നത് ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ല? അല്ലാതെ അതിന്റെ ശാസ്ത്രീയ പഠനമാണോ ഇതിന്റെ ശാസ്ത്രീയ പഠനം എന്ന് താരതമ്യം ചെയ്തിട്ടല്ല. ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ ആദ്യം ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച് പോകട്ടെ. താങ്കൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, താങ്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചോളൂ, എനിക്കതിലൊട്ടും പ്രയാസമില്ല. ഒന്ന്, താങ്കൾ പലതിനെയും ചേർത്ത് വെക്കുകയാണ്. കേരളത്തിൻ്റെതുൾപ്പെടെയുള്ള തീരങ്ങളിൽ നിന്ന് വൻതോതിൽ ധാതുമണൽ ഖനനം ചെയ്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവിടെ നിന്ന് അത്തരത്തിലൊരു ഖനനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കടൽ ജീവികൾക്കും മറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളും വേറെ രീതിയിലുള്ള പഠനവും നടത്തേണ്ട കാര്യമാണ്. അതിനെ ഈ മലയോര മേഖലയിലുള്ള യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട ടണൽ പ്രോജക്റ്റുമായിട്ടല്ല ചേർത്ത് വെക്കേണ്ടത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധിയായ പ്രോജക്റ്റുകളുണ്ട്. ഈ കൊങ്കൺ റെയിൽവേ തന്നെ 72 കിലോമീറ്റർ ദൂരം പരിസ്ഥിതി ലോല പ്രദേശമായി തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശമായി കാണുന്ന വെസ്റ്റേൺ ഗഡ്സിൽ മാത്രം 72 കിലോമീറ്റർ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടല്ലോ.
ആ തുരങ്കപാത ഇപ്പോൾ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, രാജ്യത്തിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെ ആളുകളുടെ ആശങ്ക എന്നൊക്കെ താങ്കൾ പറയുന്നു. ഒന്ന്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലിയറൻസ് ഇപ്പോൾ നൽകുമ്പോൾ ഈ പറഞ്ഞ ഏതെല്ലാം ആക്ഷേപങ്ങൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉന്നയിക്കുന്നോ അതെല്ലാം രേഖാപരമായി തന്നെ ആക്ഷേപമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമാണ് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതും ക്ലിയറൻസ് ഉണ്ടാകുന്നതും. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, താങ്കൾ പറഞ്ഞല്ലോ ഈ പാറ തുരന്നു പോകുമ്പോഴുള്ള പ്രശ്നം, അതുൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ആവറേജ് ഇവിടെ കൊങ്കണിൻ്റെ ആളുകൾ ആദ്യമായി തന്നെ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്നവർ കണ്ടെത്തുകയുണ്ടായി. കാരണം അത്രയും വിസ്തൃതിയുള്ള പാറയാണ്. 350 മീറ്റർ മിനിമം ഈ പാറയ്ക്ക് ഹൈറ്റുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ പാറയുടെ തുരങ്കം കടന്നു പോകുന്നത്. അത് 900 മീറ്റർ വരെ ഹൈറ്റിലേക്ക് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ പറയുന്നത് 100 മീറ്ററിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിക്കുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷൻ്റെ പ്രശ്നം പോലും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര ഏജൻസി തന്നെ CIMFR എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി തന്നെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിച്ചു പോകാൻ വേണ്ടി പറ്റില്ല. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കണം. താങ്കൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലുള്ള മറ്റ് പാനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങളിലേക്ക് ഞാൻ പോകും. ആ പരാതികൾ പരിഗണിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ശരി ഡോക്ടർ